സ്റ്റാൻഡുകൾ 3 എണ്ണം. പിന്നെ നിങ്ങളെ മനസ്സിൽ കാണുമ്പോ ഞങ്ങളത് മാനത്ത് കാണിക്കുന്നത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഫേഷ്യൽ എല്ലാം അവൈലബിൾ. ഇതാണ് നമ്മുടെ ജോവൻകുട്ടന്റെ യൂട്യൂബ് ചാനൽ ലെഗസി വിത്ത് തൊമ്മു. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ അയർക്കുന്ന കാഴ്ചയുടെ എപ്പിസോഡ് 4 എപ്പിസോഡ് 4 കടക്കുകയാണ്. പതിപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകൾ, വിശേഷങ്ങൾ, കുസൃതി ചോദ്യങ്ങൾ, സമ്മാനങ്ങളൊക്കെ ഉണ്ട്. ഈ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുന്നത് അയർക്കുന്നം സിദ്ദീസ് ഗോൾഡാണ്. സിദ്ദീസ് ഗോൾഡിന് ഒരുപാട് നന്ദി പറയുന്നു. സിദ്ദീസ് ഗോൾഡിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, എന്നിരുന്നാലും ഒന്നുകൂടെ പറയാം. ഓൾ കേരള ലെവലിൽ അത് ആരുടെ സ്വർണം ഏത് ബാങ്കിൽ പണയം ഇരിക്കുന്നതും അല്ലാത്തതുമായിക്കോട്ടെ, അതെവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വില നൽകി എടുക്കുവാൻ സിദ്ദീസ് ഗോൾഡ് അയർക്കുന്നം നിങ്ങളെ സഹായിക്കുന്നു. അതും പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി. പിന്നെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട്, എനിക്ക് തോന്നുന്നു 12 വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ സാധിച്ചത് സിദ്ദീസ് ഗോൾഡിന്റെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സിദ്ദീസ് ഗോൾഡുമായിട്ട് ബന്ധപ്പെടേണ്ട കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ യാത്രകൾ തീരുന്നില്ല. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിപ്പോൾ അയർക്കുന്നതിന്റെ കവാടത്തിൽ നിൽക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ, ഇവിടുന്ന് അയർക്കുന്നം തുടങ്ങുകയാണ്. ഒരുപാട് വൈബുള്ള ഒരു സ്ഥലമാണ്, ഒരു സിറ്റിയാണ്, ഒരു ഗ്രാമമാണ് അയർക്കുന്നം. ഒരുപാട് കാര്യങ്ങളും കാഴ്ചകളും വിശേഷങ്ങളും സന്തോഷങ്ങളും നിങ്ങളോട് പങ്കുവെക്കാനാണ് ട്രാവലിംഗ് ടോഡ്സ് അയർക്കുന്നം എന്ന ഈ സുന്ദര മനോഹര ഹൃദയ ഗ്രാമത്തിലേക്ക് വന്നത്. വണ്ടി വരുന്നു. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ അയർക്കുന്നത്തിന്റെ യാത്രയിലൂടെ ഇങ്ങനെ വരുമ്പോൾ ഒരു ചേട്ടായി കിട്ടി. നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. എന്തോ പേര്? എന്റെ പേര് ജോയി. ജോയി ചേട്ടാ, ഈ ജോയി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഹാപ്പി, സന്തോഷം. സന്തോഷമാണോ? അയർക്കുന്നംകാരനാണ്. എങ്ങനെയുണ്ട് അയർക്കുന്നം? അയർക്കുന്നം കുഴപ്പമില്ല. മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു കൊടുത്താൽ 2 വാക്ക്. അയർക്കുന്നം നമ്മുടെ നല്ല സ്ഥലമാണ്, ഒരു കുഴപ്പമില്ല. യാത്രക്കിടയിൽ ഒരു പച്ചക്കറിക്കടയും, പച്ചക്കറിക്കടയിലെ അയർക്കുന്നക്കാരൻ ചേട്ടായും കിട്ടിയിട്ടുണ്ട്. നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം ചേട്ടായി. നമസ്കാരം. എന്തോ പേര്? വിശ്വംഭരൻ. വിശ്വംഭരൻ. വിശ്വംഭരൻ ചേട്ടാ അയർക്കുന്നക്കാരനാണ്. അതെ. അയർക്കുന്നതിനെ കുറിച്ച്, ഇവിടുത്തെ വിശേഷങ്ങളെ കുറിച്ച് 2 വാക്ക് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? അയർക്കുന്നം പ്രധാനപ്പെട്ട ഒരു ടൗൺ ആണ്. ഇത് പൂർവികമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഏറ്റവും എടുത്തു പറയാൻ പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ ഒരു കുരിശുപള്ളിയുണ്ട് ടൗണില്. പിന്നെ കുറച്ചൊക്കെ മാറിയ അമ്പലമുണ്ട്, ശ്രീകൃഷ്ണന്റെ അമ്പലമുണ്ട്. അങ്ങോട്ട് മാറിയ പള്ളിയുണ്ട്. പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, ഒരു LP സ്കൂളുണ്ട്, പഞ്ചായത്ത് ടൗൺ, പഞ്ചായത്ത് കെട്ടിടം, ബസ് സ്റ്റാൻഡ്, പിന്നെ ടെമ്പോ സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡുകൾ 3 എണ്ണം. പിന്നെ സ്റ്റേറ്റ് ബാങ്ക് തൊട്ട് എല്ലാ ബാങ്കുകളും. തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇതിനകത്ത് വേറെ പ്രധാനപ്പെട്ട കാര്യം ചേട്ടൻ പറയാൻ മറന്നുപോയി. വിശ്വംഭരൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആളുടെ വീടിക്കട പച്ചക്കറി കടയുണ്ട്. അതെന്നാ പറയാനേ? ഞാനത് കുറെ വർഷങ്ങളായിട്ട് പച്ചക്കറി കട നടത്തിക്കൊണ്ടിരിക്കുക. ഒരു പൂ ചോദിച്ചപ്പോ പൂക്കാലം തന്നു. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അയർക്കുന്നത്തെ ഒരു വെറൈറ്റി ഫാഷനബിൾ ഒരു ഡ്രസ് ഹൗസ് ആണ്, ഒരു തുണിക്കട. സത്യം പറഞ്ഞാൽ ഈ അയർക്കുന്നത്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, അതായത് എൻ്റെ വൈഫ്, പെങ്ങന്മാർ, അമ്മയ്ക്ക്, പിന്നെ എൻ്റെ കുഞ്ഞാവയ്ക്ക് ഡ്രസ്സ് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി കിട്ടുന്ന ഒരു സ്ഥാപനം, ഒരു തുണിക്കട ഏതാണെന്ന് ഞാനിവിടെ അന്വേഷിച്ചപ്പം ഒരു 99% ആൾക്കാർ സജസ്റ്റ് ചെയ്ത ഒരു പേരുണ്ട്. ആ പേരാണ് ഈ പേര്. ഇത് ലെഗസി ഫാഷൻ ബൂട്ടിക്ക്. അതായത് കുഞ്ഞുങ്ങൾ തൊട്ട് വലിയവർക്ക് വരെയുള്ള കിഡ്സിനും, അതായത് ലേഡീസിനും പറ്റിയ ഒരുപാട് വെറൈറ്റി ചുരിദാർ മെറ്റീരിയൽ, നൈറ്റി എന്ന് വേണ്ട എല്ലാ ഐറ്റവും ഇവിടെ ഉണ്ട്. പറയുന്നതിനേക്കാൾ നല്ലതല്ലേ കയറി കാണുന്നത്. ഇവിടുത്തെ വിശേഷം കാണാം, വാ. ചേച്ചി നമസ്കാരം. എന്നോട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. ഞാനേ ഇവിടെ വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അയർക്കുന്നത്തോട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, ഞാനും ഞങ്ങളുടെ പ്രേക്ഷകരെ കൂടെ. അപ്പൊ എനിക്കിന്ന് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടൊരു ദിവസമാണ്. കുഞ്ഞിന്റെ പിറന്നാളാ. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്കാം. അപ്പൊ 2 പെങ്ങന്മാരുണ്ട്, അമ്മയുണ്ട്, വൈഫുണ്ട്, കുഞ്ഞുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഡ്രസ് സെലക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിന് ഇണങ്ങിയ ഡ്രസ്സ് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ഇത് ലെഗസി എക്സ്പെക്ഷണൽ ട്രെൻഡ് എക്സ്ക്ലൂസീവ് ക്വാളിറ്റി, ഇതാണ് പറഞ്ഞത്. ചേച്ചിയുടെ പേര്? എന്റെ പേര് ശാന്തി. നമുക്ക് ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ അമ്മമാര്, പെങ്ങന്മാര്, ചേച്ചിമാര് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. എങ്ങനെ നമുക്ക് ഫസ്റ്റ് എങ്ങനെ എടുക്കുന്നത്? വൈഫിനാണോ സിസ്റ്ററാണോ ഫസ്റ്റ് സെലക്ഷൻ? എന്റെ ഒന്ന് ചേച്ചി കുടുംബകാലം ഉണ്ടാക്കില്ല, വൈഫിനാണോ പെങ്ങന്മാർക്കാണോ അമ്മയ്ക്കാണോ ചേച്ചിക്ക് ഇഷ്ടമുള്ള? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ചുരിദാർ മെറ്റീരിയല് അങ്ങ് നോക്കാം. ഇഷ്ടപ്പെടുന്ന 2 പേർക്കും ഓരോന്ന് എടുക്കുക. അമ്മയ്ക്ക് നമുക്ക് സാരി സെക്ഷനിൽ നിന്ന് പിന്നെ എടുക്കാം. ഓക്കെ, അപ്പം റേഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന്. റേഞ്ച് നമുക്ക് 310 തൊട്ട് ചുരിദാർ മെറ്റീരിയൽ മുകളിലേക്ക് പോകും. കാണിക്കാം. ഇതൊക്കെ നമ്മുടെ പുതിയ കളക്ഷൻ ആട്ടോ. ഇത് നമ്മൾ ഈ മെറ്റീരിയൽ എടുക്കുന്നത് മെറ്റീരിയൽ നമ്മൾ കൂടുതലായിട്ട് മെയിൻ ആയിട്ട് എടുക്കുന്നത് സൂററ്റിൽ നിന്ന് എടുക്കുന്നുണ്ട്, രാജസ്ഥാനിൽ നിന്ന് എടുക്കുന്നുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് എടുക്കുന്നുണ്ട്,
അതുകൊണ്ട് ഇവിടെ വില കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മില്ലിന്ന് നല്ല കാര്യമല്ലേ. ഒരുപാട് രസമുണ്ട്. ഇതുകൊണ്ട് നല്ല വെറൈറ്റി കളക്ഷൻ, ഒരുപാട് വെറൈറ്റി എന്ന് പറഞ്ഞാൽ വലിയ റേഞ്ച് ഒന്നും ഇല്ല കേട്ടോ. ഇത് ഫാൻസി ആണ്, പാർട്ടി വെയർ ആണ്. പക്ഷേ 1500 താഴെ വരുന്നുള്ളൂ. അതെ, കണ്ടോ ഒരുപാടുണ്ട്. ഇതെല്ലാം കൂടെ എടുത്ത് നിരത്തിയിടാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് കാണിക്കാണ്. ഇഷ്ടം പോലെ ഇതാണ്ട് നിരന്നിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ചിങ്ങും ഉണ്ട്. സ്റ്റിച്ചിങ്ങിന്റെ യൂണിറ്റും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് നമുക്ക് കുർത്തി സെക്ഷൻ ഒന്ന് നോക്കാം. അതെ, വലിയവർക്ക് ചെറിയവർക്ക് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും. നമുക്ക് മീഡിയം സൈസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 199 തൊട്ട് ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ചേച്ചി കുർത്തീസിന്റെ. ഞാൻ നിങ്ങൾ പറഞ്ഞ കളർ കോമ്പിനേഷൻ ഒക്കെ വെച്ച് എടുത്തിട്ട് ഒരുപാട് സന്തോഷം. എന്നോട് പറഞ്ഞ അനുസരിച്ചൊക്കെ അനീതിക്കൊക്കെ ചേരുന്ന കളറുകളാണ്. ട്രെൻഡിങ് കളറാണ് ഇതൊക്കെ. ഇത് കൊണ്ടോ ഇതൊന്ന് വെളിയെടുത്തോട്ടെ. എടുത്തു കണ്ടോ, അടിപൊളി. എന്റെ രസം നോക്കി. സൂപ്പർ. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ബാഗി ജീൻസ് അല്ലേ. ബാഗി ജീൻസ് അനീതിമാരെ അവരൊക്കെ ഇപ്പം എല്ലാരും പിള്ളേര് സെറ്റ് മൊത്തം ഇപ്പം ബാഗി ജീൻസിലാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഇതുള്ളതാണ്. പക്ഷെ റേറ്റ് വളരെ കമ്മിയാണ്. അപ്പൊ ചേച്ചി ഈ ബാഗി ജീൻസ് ഓക്കെ, ഇത് ടോപ്പ് ഇല്ലാതെ എങ്ങനെ വീട്ടിൽ ചെല്ലും? ടോപ്പ് അതല്ലേ നമ്മുടെ ചേച്ചി ഓൾറെഡി എടുത്ത് വെച്ച് കഴിഞ്ഞു. കാസർഗോഡാണ് പുതിയ ഫാഷൻ കേരളത്തിൽ എത്തുന്നത്. കേരളത്തിൽ എത്തുന്നതിന് മുമ്പ് ഇപ്പൊ ഞങ്ങൾ അതിനൊരു കൈയടി ചാന്തി ചേച്ചിക്ക്, ലെഗസിക്ക് കേട്ടോ. നല്ല മോഡലുകളാണ് അല്ലെ. ഒട്ടുമിക്ക ആൾക്കാർക്ക് ബാഗ് ഭയങ്കര ഇഷ്ടമുണ്ട്. ബാഗ് ഇഷ്ടമില്ലാത്ത ആരുമില്ല. ഈ അടുത്ത നാളിലായിട്ട് പുതിയതായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, കോട്ട് സെറ്റ്. അതിവിടെ ഉണ്ടോ? ഞാൻ ഓർക്കുമായിരുന്നു എന്തുകൊണ്ട് അതിന്റെ എന്റെ വൈഫിനോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒന്ന് അന്വേഷിച്ചേക്കണം, ഇത് കാണിക്കാവോ? പിന്നെ കോട്ട് സെറ്റിന് നല്ല കളക്ഷൻ പുതിയത് വന്നിട്ടുണ്ട്. ഇതാണ് കോട്ട് സെറ്റ്. ഇത് കോട്ട് സെറ്റ്. ഈ കളറൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും എൻക്വയറി ഉള്ള കളേഴ്സ്. അതെ, ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ചേച്ചി? ഉണ്ട്. നമ്മൾ അത്യാവശ്യം ഓൺലൈനും ഒക്കെ പോകുന്നുണ്ട്. ഓൺലൈൻ ഉണ്ടല്ലേ? ഓൺലൈൻ വഴി നമ്മൾ അങ്ങനെ വാട്സപ്പ് വഴിയാണോ? വാട്സപ്പ് ഉണ്ട്, ഇൻസ്റ്റാ പേജ് ഉണ്ട്, വാട്സപ്പ് അതുവഴി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഓൺലൈനിൽ മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ്ങിനാണ്. സ്റ്റിച്ചിങ് നന്നായിട്ട് പോകുന്നുണ്ട്. കാരണം ബ്രൈഡൽ ബ്ലൗസുകള്, ഗൗണുകള്, അതെല്ലാം നമ്മൾ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. ആരി വർക്ക് അതൊക്കെ ഉണ്ട് നമുക്ക്. അത് നമ്മുടെ നൈറ്റി തുണി സ്റ്റിച്ചിങ്ങിനുള്ള അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള മോഡലില് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്ക്കാം. അത് നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സാരിയുടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്, കുറച്ചധികം കളക്ഷൻസ് ഉണ്ട്, കാണാം. പ്രിയപ്പെട്ട കളർ ബ്ലാക്ക്, ഇഷ്ടപ്പെട്ട കളർ. ഇത് നമ്മൾ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യൂണിഫോം സാരീസിന് വേണ്ടി പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഇത് വിചിത്ര സിൽക്ക് എന്ന് പറയും. റേറ്റ് വലിയ അധികം വരത്തില്ല. ഇപ്പൊ നമ്മള് മെറ്റീരിയൽ എടുത്തോണ്ട് പോയാൽ തയ്ക്കാനുള്ള സമയം അവർക്കില്ല. അപ്പൊ നമുക്ക് റെഡിമെയ്ഡ് സ്റ്റിച്ചഡ് ആയിട്ടുള്ള റെഡിമെയ്ഡ് ചുരിദാർ ഉണ്ടെങ്കിൽ അതിനൊരു കുഴപ്പമില്ല. അതല്ലേ നിങ്ങളെ മനസ്സിൽ കാണുമ്പോൾ ഞങ്ങളത് മാനത്ത് കാണും. അപ്പം എല്ലാവർക്കും വേണ്ടതാണ് വീനെക്ക് എന്ന് പറയുന്നത്. വി ഷേപ്പിൽ നെക്ക് വരുന്നു. വി ഷേപ്പിൽ. ഇനിയിപ്പം വരുന്നത് മൊത്തം ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് വെള്ളയുടെയും ബ്ലാക്കിന്റെയും കാലമാണ്. നമുക്ക് ന്യൂ ബോണിന് നല്ല കളക്ഷൻ ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ 28 കെട്ട് മമോദിസ, പിന്നെ കുഞ്ഞിനെ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോഴൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ നല്ലൊരു എലഗൻ ലുക്ക് അല്ലേ. തീർച്ചയായിട്ടും. ഇതെല്ലാം ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് പോകുന്നതാണ്. പിന്നെ അതുപോലെ ഇതുണ്ടോ, ഇത് ഡെയിലി യൂസ് ആണ്. ഇത് നമ്മൾ സാധാരണ കാണുന്ന ആ ബനിയൻ സ്റ്റഫ് അല്ല. നമ്മുടെ ലെഗസിയുടെ ഒരു നട്ടലെന്ന് വേണേ പറയാം. പേര് ജോഹൻ, ഞാൻ പറയില്ല, നമുക്ക് വഴിയെ പരിചയപ്പെടാന്ന്. ആള് ചില്ലറക്കാരനൊന്നുമില്ല, സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുള്ള ഒരു ചക്കരക്കുട്ടനാണ് നമ്മുടെ ജോഹൻ. അത് ഈ കടയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെ ജോഹൻകുട്ട? ഇതാണ് നമ്മുടെ ചക്കരമുത്ത്. അവിടെ പേശാർക്ക് ഹായ് പറഞ്ഞേ. ജോഹൻ കുട്ടന്റെ യൂട്യൂബ് ചാനലിന്റെ പേരാണ് ലെഗസി വിത്ത് തൊമ്മു. ഇതാണ് നമ്മുടെ ജോഹൻകുട്ടന്റെ യൂട്യൂബ് ചാനൽ, ലെഗസി വിത്ത് തൊമ്മു. അപ്പം ശാന്തി ചേച്ചി, ഒരുപാട് സന്തോഷമുണ്ട് ദ ലെഗസി എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനത്തിൽ വരുവാനും പരിചയപ്പെടുവാനും ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ നമ്മുടെ പ്രേക്ഷകരെ കണ്ട് പരിചയപ്പെടുത്തിയതിലും ഒരുപാട് സന്തോഷം. എന്റെ ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യും? വണ്ടിയിലേക്ക് വെച്ചോളാം, പുള്ളിക്കാരി വെച്ചോളാം. നിങ്ങളും അയർക്കുന്നം വഴി പോകുന്ന വഴിക്ക് തീർച്ചയായിട്ടും ദ ലെഗസിയിൽ കയറണം, ഇവിടുത്തെ കളക്ഷൻസ് കാണണം. അപ്പൊ ഒരുപാട് സന്തോഷം ചേച്ചി, ഒരുപാട് സന്തോഷം. ജോഹൻകുട്ടാ, അടിപൊളി, താങ്ക്സ്. ഓക്കെ, അപ്പൊ കൂട്ടുകാർ, നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് നമുക്കൊരു ചേട്ടായിയെ കിട്ടിയിട്ടുണ്ട്. ചേട്ടായി പരിചയപ്പെടാം. ചേട്ടാ, എന്തോ പേര്? സാബു, അയർക്കുന്നക്കാരനാണ്. ഓക്കെ, നമ്മളൊരു കുസൃതി ചോദിക്കും. കറക്റ്റ് ഉത്തരം പറഞ്ഞ വെടിക്കെട്ടൊരു സമ്മാനം സിദ്ധി സ്കൂളിൽ നൽകുന്നത്. ചോദിക്കട്ടെ? ചോദിക്കട്ടെ. തൊട്ടാൽ ചലിക്കുന്ന സിറ്റി എന്തോ ഉത്തരം? ഒന്നുകൂടെ ചോദിക്കാം. തൊട്ടാൽ ചലിക്കുന്ന സിറ്റിയോ? സിറ്റി എറണാകുളം. അപ്പൊ വേറൊരു ചേട്ടത്തിപ്പുണ്ട്, ആ ചേട്ടനോട് നമുക്ക് ചോദിക്കാം. ചേട്ടായി, ഒരു കുസൃതി ചോദ്യം ചോദിക്കും. കറക്റ്റ് ഉത്തരം പറഞ്ഞ വെടിക്കെട്ട് സമ്മാനം. തൊട്ടാൽ ചലിക്കുന്ന സിറ്റി ഏതാ? സ്മാർട്ട് സിറ്റി ആണോ? സ്മാർട്ട് സിറ്റി ചേട്ടാ ഉത്തരം പറഞ്ഞ്. ഉത്തരം തെറ്റാണേ. ഇത് വരുന്ന വഴിക്ക് പിന്നെ ഒരു ചേട്ടായി ചോദിക്കാം. ചേട്ടായി,
ഒരു കുസൃതി ചോദ്യം കറക്റ്റ് ഉത്തരം പറയുവാണെങ്കിൽ വെടിക്കെട്ടൊരു സമ്മാനം സിറ്റി സ്കൂളിൽ നൽകുന്നത്. തൊട്ടാൽ ചലിക്കുന്ന സിറ്റി ഏതാണ്? കുലംകുലശമായി ഒന്ന് ആലോചിക്കും. ഒരു പിടുത്തവും. അപ്പൊ ടീനാമേ ചോദ്യം ചോദിക്കാൻ പോവാണ്. തൊട്ടാൽ ചലിക്കുന്ന സിറ്റി ഏതാണ്? ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി. അപ്പൊ കൂട്ടുകാരെ കറക്റ്റ് ഉത്തരം ടീനാമ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ സിദ്ധി സ്കൂളിൽ അയർക്കുന്ന നൽകുന്ന ഒരു കിടല സമ്മാനം. ഇനി 1.5 ആഴ്ചത്തേക്ക് പലചരക്കടയിൽ പോകണ്ട, അതുപോലെ വെടിക്കെട്ട് സമ്മാനം ടീനാമയ്ക്ക് നമ്മൾ നൽകുന്നതാണ്. ഓടിപ്പോയി സമ്മാനം എടുത്തോണ്ടാവേ. അപ്പൊ പ്രഷറെ കൊടുക്കാൻ പോവാണ്. നല്ലൊരു കൈയിടി. ടീനാമ പിടിച്ചോ. 1.5 ആഴ്ചത്തേക്ക് ഇനി പലചരക്കടയിൽ പോകണ്ട. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സിദ്ധി സ്കൂളിൽ അയർക്കുന്നതാണ്. അതായത് കേരള ലെവലിൽ നമ്മുടെ സ്വർണം അത് ഏത് ബാങ്കിൽ പണം ഇരിക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും ഇപ്പൊ കിട്ടുന്ന നിരക്കിനേക്കാൾ കൂടുതൽ വിലയിൽ അത് എടുക്കുവാൻ അവർ സഹായിക്കും. അത് പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി. കേട്ടോ? ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അയർക്കുന്നത്തുള്ള സ്ത്രീ സൗന്ദര്യ സംരക്ഷണ കേന്ദ്രം. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുവായി പറയുന്നത്? ഒന്നുമില്ല, ഒരു ബ്യൂട്ടി സലൂൺ, അതായത് ഒരു ബ്യൂട്ടി ഹബ്ബ്, അതായത് ലേഡീസിന് വേണ്ടി മാത്രമുള്ള ഒരു ബ്യൂട്ടി പാർലർ എന്ന് പറയാം ഈ അയർക്കുന്നത്തിന്റെ. അതായത് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 1 വർഷം അടുത്താകുന്നേ ഉള്ളൂ. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇവിടുത്തെ സ്ത്രീ ജനങ്ങളുടെ മനസ്സും സൗന്ദര്യവും കവർന്നെടുത്ത ഒരു സ്ഥാപനമാണ് നമ്മൾ ഈ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നോക്കിയേ, ബ്യൂട്ടി ഹബ് മേക്കപ്പ് സ്റ്റുഡിയോ. ഇത് ട്രിനിറ്റി കോംപ്ലക്സ് എന്ന ബിൽഡിങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പണ്ടൊരു സിനിമ പറഞ്ഞ പോലെ പോലീസുകാർക്ക് എന്താ ഈ തറവാട്ടിൽ കാര്യം? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ജെൻസിന് എന്താ ഈ ലേഡീസ് സെലൂണിൽ കാര്യം? ഒരു പക്ഷേ ഒരു കാര്യം കാണും. ആ കാര്യം നിങ്ങളെ കാര്യമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ബ്യൂട്ടി ഹബിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ അപ്പൊ നമ്മള് ബ്യൂട്ടി സലൂണിനകത്തോട്ട് കയറുകയാണ്. വാ ചേച്ചി, നമസ്കാരം. നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? വിശേഷമൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. സന്തോഷമായിട്ട്. ഞാൻ മുമ്പ് ഇതുവഴി പോകുന്നതിന് ഭയങ്കര തിരക്കായിരുന്നു, അതാ ഇങ്ങോട്ട് വരാൻ താമസിച്ചത്. എന്റെ പേര് സുജ. സുജ, എവിടെ വീട്? അയർക്കുന്നത്ത് തന്നെ. ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മുടെ ആന്റി പറഞ്ഞു തരും. അപ്പൊ എന്തായാലും പുരുഷന്മാർക്ക് എന്താ ഇവിടെ കാര്യം എന്ന് ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ കാര്യം മനസ്സിലാവും. ചേച്ചി, നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? പറയാം. ആദ്യമായിട്ട് ഫസ്റ്റിലെ ഇവിടെ ഹെയറിന്റെ എല്ലാ ട്രീറ്റ്മെന്റും ഉണ്ട്. പിന്നെ ഫേഷ്യലുണ്ട്. ഹെയർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹെയറിന്റെ ട്രീറ്റ്മെന്റ് തന്നെ ബോട്ടോക്സ് ഉണ്ട്, നാനോപ്ലാസ്റ്റ്, കെരാറ്റിൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ? അറിയാമെങ്കിൽ കമന്റ് ചെയ്യണം ഇതൊക്കെ എന്നാണ്. പിന്നെ സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ്, ബ്ലോ ഡ്രൈ എല്ലാം ഉണ്ട്. ബോട്ടോക്സ് ഒക്കെ ആണെങ്കിൽ ബ്രസീലിയൻ ബോട്ടോക്സ് ആണ് ചെയ്യുന്നത്. പിന്നെ എല്ലാം ബ്രാൻഡഡ് ഐറ്റം ഇട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഫേഷ്യലൊക്കെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഫേഷ്യൽ സ്റ്റാർട്ടിങ് 500 തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. നമ്മള് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷഹനാസ്, കായ, പിന്നെ ഗ്ലൂട്ടാത്തയോന്റെ ഫേഷ്യലുണ്ട്, പിന്നെ ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാ തരം ക്രീമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഫേഷ്യൽ എല്ലാം അവൈലബിൾ ആണ്. ഫേഷ്യൽസ് ഗോൾഡൻ ഫേഷ്യലോ? ഗോൾഡ് ഫേഷ്യൽ അത് 24 ക്യാരറ്റിന്റെ അതാണ് ഗോൾഡ് ഫേഷ്യൽ. ഇതെല്ലാം ഇരിക്കുന്ന ഗോൾഡ് ഫേഷ്യലിന്റെ സാധനങ്ങള്, ഗ്ലൂട്ടാത്തയോൺ, കായ, അങ്ങനെ എല്ലാം ഉണ്ട്. നൈസ, അതെല്ലാം പ്രോഡക്റ്റ് ആണ്. ഇത് ഹൈഡ്രാ ഫേഷ്യലാണ്. ഇത് ഹൈഡ്രാ ഫേഷ്യലാണ്. ഇപ്പൊ ഹൈഡ്രാ ഫേഷ്യലൊക്കെ ഓഫർ ഇട്ടാ ചെയ്യുന്നത്. എനിക്ക് കൂടുതലും ഏറ്റവും കൂടുതൽ വരുന്ന ഹെയറിന്റെ ആണ്. ഹെയർ കട്ടിംഗ് ആണ്. ഹെയർ കട്ടിംഗ് എനിക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് വരാറുണ്ട്. ഹെയർ കട്ടിംഗ് എന്ന് പറഞ്ഞാൽ ലെയർ കട്ട്, ഫെദർ കട്ട്, റേസർ, അങ്ങനെ എല്ലാ ഹെയർ കട്ട് എല്ലാം തന്നെ ചെയ്യും. എത്ര വർഷമായി ഈ ഫീൽഡിൽ? ഞാൻ 20 വർഷം കഴിഞ്ഞു. പിന്നെ ഇവിടെ പാലുണ്ണി കരിക്കല്, വാട്സ് മോറിന്റെ പാലുണ്ണി കരിക്കല്. ദിവ്യാളുണ്ണിയുടെ ആരും ഒന്നുമല്ല, പാലുണ്ണി കരിക്കുക. പിന്നെ കാതൊട്ടിച്ചു കൊടുക്കുക. പിന്നെ മൂക്കൂത്തും മേക്കാത് കൂത്തും അങ്ങനെയെല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാ രീതിയിലുള്ള സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ട സകല സംഭവങ്ങളും ഇവിടെ നിങ്ങൾക്ക് ഈ ബ്യൂട്ടി സലൂണിൽ ലഭ്യമാണ് അല്ലേ ചേച്ചി? പിന്നെ ഹെയർ കളറിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടുള്ള പെഡിക്യൂറിനൊക്കെ ഇഷ്ടംപടി കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. എല്ലാ ഫെസിലിറ്റി ആയിട്ടുള്ള പെഡിക്യൂറാണ് ചെയ്യുന്നത്. മിഷനറീസ് ഒക്കെ വെച്ചിട്ടുള്ള പെഡിക്യൂറാണ് ചെയ്യുന്നത്. പെഡിക്യൂറിന് ഒത്തിരി കസ്റ്റമേഴ്സ് വരാറുണ്ട്. പിന്നെ ഹെയർ സ്പാ ഉണ്ട്. ഹെയർ സ്പാനിലും എല്ലാം ബ്രാൻഡഡ് സാധനം വെച്ചാണ് ചെയ്യുന്നത്. ലോറിയൽ അങ്ങനെയല്ല. ഞങ്ങളുടെ ഹെഡ് മസാജ് ഒക്കെ നല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഹെയർ ട്രീറ്റ്മെന്റ്, ഡ്രാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്. താരന്റെ നന്നായിട്ട് താരനൊക്കെ ഉള്ളവർക്ക് ഒരു 3 സിറ്റിംഗ് ഒക്കെ എടുത്താൽ കംപ്ലീറ്റ്
പോകും. പിന്നെ ഹെഡ് മസാജ്, പിന്നെ അങ്ങനെ ഓയിൽ മസാജ്, റിലാക്സേഷനുള്ള എല്ലാം ഉണ്ട്. അപ്പം കൂട്ടുകാരെ, ഇവിടുത്തെ നമ്മുടെ ഈ ബ്യൂട്ടി സലൂണിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്കൊരാളെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. എന്തോ പേര്? എന്റെ പേര് ശ്രീഷ്മ എന്നാണ്. ശ്രീഷ്മ. ഞാൻ ഇവിടെ ഇടയ്ക്ക് ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ എടുക്കുന്നതാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഹോട്ട് ഓയിൽ മസാജ്. കാരണം വർക്കിംഗ് ആയിട്ടുള്ള വുമൺസിന് എപ്പോഴും, അതായത് വീട്ടമ്മമാർക്ക് എന്തായാലും സ്ട്രെസ് കാണും. അപ്പം നമുക്കൊരു ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ഇടയ്ക്ക് എടുക്കുന്നത്, ഹെയർ സ്പാ പോലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ വളരെ അടിപൊളിയാണ്. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ, ഈ സലൂണിലോട്ട് കയറി വരുമ്പോൾ തന്നെയുള്ള ഇവിടുത്തെ ഇന്റീരിയർ വർക്ക്, ഇവിടുത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ, അത് തന്നെ വേറൊരു വൈബ്, അടിപൊളി സീനാണ്. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ അയർക്കുന്നത്ത് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉടനീളം, പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ചേച്ചി ബ്രൈഡൽ വർക്കാണ് കൂടുതലും ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്രീമർ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റഡ് ആണ്. അതുപോലെ ചേച്ചി, ഈ ബ്രൈഡൽ മേക്കപ്പ് അത് ഏതൊക്കെ ടൈപ്പ് ഉള്ളതെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. നമുക്ക് ബ്രൈഡൽ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ HD മേക്കപ്പ് ഉണ്ട്, എയർ ബ്രഷ് മേക്കപ്പ് ഉണ്ട്, ഗ്ലാസ് മേക്കപ്പ് ഉണ്ട്, അങ്ങനെ ബ്രൈഡൽ മേക്കപ്പ്, നോർമൽ മേക്കപ്പ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഓരോരുത്തരുടെയും അവരുടെ ആ സാമ്പത്തിക റേറ്റ് അനുസരിച്ച് ഞങ്ങൾ അവർക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കും. പിന്നെ പാർട്ടി മേക്കപ്പ് ഉണ്ട്. അതുപോലെ ചേച്ചി, ഇവിടെ ഒരുപാട് ലേഡീസ് വരാറുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ വിഷമം പറഞ്ഞിരിക്കുന്നത്, എന്റെ മുടി അങ്ങനെയാണ്, അല്ലെങ്കിൽ എന്റെ മുടി ഇങ്ങനെയാണ്, എന്റെ മുടി ഇങ്ങനെ ആക്കി തരാവോ, ഞാൻ ഇന്നലെ പോയപ്പോഴത്തേനും അവിടെ ഒരു ചേച്ചിയുടെ മുടി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ഐഡിയ ഇല്ലാതെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെ നമ്മൾ എങ്ങനെ കൺവിൻസ് ചെയ്യുന്നത്? നമ്മൾ അവരുടെ ഹെയറിന്റെ സ്ട്രക്ചർ ഒക്കെ നോക്കി, നമ്മുടെ ഫേസും ഹെയറിന്റെ സ്ട്രക്ചറും ഒക്കെ നോക്കിയിട്ട് അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അതേ രീതിയിൽ അത് ചെയ്തു കൊടുക്കും. സന്തോഷമായില്ലേ? അപ്പം സൗന്ദര്യം കാത്തു പരിപാലിക്കുക. സൗന്ദര്യം ദൈവം തമ്പുരാൻ തന്നതാണ്. ഇനി അഥവാ എന്തെങ്കിലും കുറ്റക്കുറവുണ്ടെങ്കിൽ നേരെ അയർക്കുന്നം ബ്യൂട്ടി ഹബിലോട്ട് ഓടിപ്പോരെ. ഇവര് ബാക്കി കാര്യം ഏറ്റി. അപ്പൊ യാത്രകൾ തീരുന്നില്ല. സുലാൻ ചേച്ചി, എന്നോട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. സന്തോഷമായിട്ടിരിക്കുന്നു. സന്തോഷമായിട്ട്. എന്തോ പേര് ചേച്ചിയുടെ? എന്റെ പേര് ഓമന കൃഷ്ണൻകുട്ടി. ഓമന കൃഷ്ണൻകുട്ടി അയർക്കുന്നംകാരിയാണ്. അയർക്കുന്നംകാരി. അപ്പൊ തീർച്ചയായിട്ടും അയർക്കുന്നതിനെ കുറിച്ച് പറയാൻ അവകാശമുണ്ട്. അയർക്കുന്നതിനെ കുറിച്ച് രണ്ട് വാക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാം. അയർക്കുന്നം എന്ന് പറഞ്ഞാൽ നല്ലൊരു പട്ടണമാണ്. നമ്മുടെ പഞ്ചായത്ത് ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്താണ്. അവിടുന്ന് എല്ലാ മെമ്പർമാരും ഈ വേള 21 പേര് ജയിച്ചു പോയി. നല്ല സഹകരണവും കാര്യങ്ങളുമാണ്. ഞാൻ മംഗള കോൺഗ്രസിന്റെ ഒരു അംഗമാണ്. അപ്പൊ എനിക്ക് ഈ പഞ്ചായത്തിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് ഇതാണ്. എല്ലാ പരിപാടികൾ വന്നാലും മെമ്പർമാരും പ്രസിഡന്റും ഒക്കെ എന്നെ അറിയിക്കും. ഞാൻ പോകാറുണ്ട്. ഞങ്ങൾ ഓരോ മീറ്റിംഗ് കൂടാറുണ്ട്. നല്ല എനിക്ക് മംഗള കോൺഗ്രസ് വന്ന പിന്നെയാണ് എനിക്കൊരു പുരോഗമനമൊക്കെ ഉണ്ടായത്. അപ്പൊ നമ്മുടെ അയർക്കുന്നതിന്റെ കാഴ്ചകൾ യാത്രയിൽ നമുക്ക് വേറൊരു ചേട്ടായി കിട്ടിയിട്ടുണ്ട്. പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. അയർക്കുന്നംകാരനാണ്. പേരിന്? അനൂപ് ഏട്ടാ, നമ്മുടെ അയർക്കുന്നതിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് എങ്ങനെയുണ്ട് അയർക്കുന്നം? അയർക്കുന്നം അടിപൊളി സിറ്റിയാണ്. രണ്ടു വാക്ക് പറഞ്ഞു. അയർക്കുന്നം നല്ലൊരു സിറ്റിയാണ്. നമ്മൾ ജനിച്ചു വളർന്ന നാടാണ്. അടിപൊളിയാണ്. നല്ല നാട്ടുകാരാണ്. ഞാൻ തന്നെ പറയണമല്ലോ അല്ലേ? അപ്പൊ എന്നിരുന്നാലും ഒരുപാട് സന്തോഷം അനൂപേട്ട. ഏതായാലും മീൻകട വന്നു. ഇച്ചിരി മീൻ മേടിച്ചോണ്ട് പോയാൽ കൊള്ളാന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, വെട്ടുന്ന മീൻ കാര്യങ്ങളൊക്കെ നോക്കാം. അതുകൊണ്ടോ ഇത് വലിയ കൊഴുവ, അയല, കിളി ഒന്നും വേണ്ട, എല്ലാം ഇതേ. അമ്മേ, എന്നോട് വിശേഷം? ആണോ? കണ്ടോ? കണ്ടടേ, എല്ലാ തരം മീനും ഉണ്ട്. ഫ്രഷ് മീൻ കണ്ടോ. ഓളിനോളായ ഒരു ചേട്ടായുണ്ട്. എന്താ പേര്? എന്റെ പേര് സുധാകരൻ. സുധാകരൻ ചേട്ടാ, നമ്മുടെ അയർക്കുന്നത്തെ കുറിച്ച് രണ്ട് വാക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു. എന്തെങ്കിലും അയർക്കുന്നത്തെ കുറിച്ച്? അയർക്കുന്നത്തെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ അയർക്കുന്നത്തിന് വികസനം പോരാ, അതേ ഉള്ളൂ. പോരാ. ഇവിടുത്തെ മീനിന് വികസനം ഉണ്ടോ? മീൻ മൊത്തത്തിൽ വികസനം കുറവാ. അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഗതാഗത കുരു കൊണ്ടിട്ട് ടൗണ് ഗതാഗത കുരുക്കാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് അതിന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിഹാരം ഉണ്ടാക്കണം. ഓക്കെ. അപ്പൊ മീൻകടയില് നമ്മുടെ ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയെ പരിചയപ്പെടാം. കേറിക്കട്ടെ. എന്റെ അമ്മേ, പേരെന്താ അമ്മേ? പേര് ശൈലമ്മ. അയർക്കുന്നത്തെ കുറിച്ച് രണ്ട് വാക്ക് നമ്മുടെ പ്രേക്ഷകരോട്. കണ്ടല്ല, ഇഷ്ടംപോലെ പറഞ്ഞു.
അയർക്കുന്നം നല്ല കരയാണ്. ആ. ഞങ്ങളുടെ നാടാണ് അയർക്കുന്നം. ആ. ഞങ്ങൾ സീ ഫിഷറീസിൽ ജോലി ചെയ്യുന്നു. ആ. അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിച്ചു പോകുന്നു. ജീവിക്കാൻ നല്ല നാടാണ് അയർക്കുന്നം. അതെ അതെ അല്ലേ? അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അയർക്കുന്നം കാഴ്ചയുടെ എപ്പിസോഡ് 4, എപ്പിസോഡ് 4 നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്, എപ്പിസോഡ് 5. എല്ലാവരും കാണണം കേട്ടോ. അതുപോലെ നമ്മൾക്ക് സമ്മാനം നൽകിയ സിദ്ധി സ്കൂളിന് ഒരുപാട് നന്ദി പറയുന്നു. സിദ്ധി സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം, ഓൾ കേരള ലെവലിൽ അത് ആരുടെ സ്വർണം ഏത് ബാങ്കിൽ പണയം ഇരിക്കുന്നതും അല്ലാത്തതും ആയിക്കോട്ടെ, എവിടെ കിട്ടുന്നതിനേക്കാളും ഉയർന്ന വിലയിൽ അത് എടുക്കുവാൻ സിദ്ധീസ് ഗോൾഡ് അയർക്കുന്നം നിങ്ങളെ സഹായിക്കുന്നു. അതും പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി. പിന്നെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ ഒരു 12 വർഷത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ സാധിച്ചത് സിദ്ധീസ് ഗോൾഡിന്റെ ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. സിദ്ധീസ് ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ വീഡിയോയുടെ താഴെ വരുന്നതാണ്. പാർട്ട് 5 ആയിട്ട്, അയർക്കുന്നം കാഴ്ചയുടെ പാർട്ട് 5 ആയിട്ട് ഞങ്ങൾ ഉടൻ വരും. കാത്തിരുന്നു.